ഇനി എൻ്റെ യാത്ര മൂന്നാറിലെ വിവിധതരം ചായക്കൂട്ടുകളുടെ രുചികൾ തേടിയാണ്. മൂന്നാറിലെത്തിയിട്ട് ഈയൊരു അസുലഭ നിമിഷം ആസ്വദിക്കാതെ പോകുന്നത് എങ്ങനെയാണ്? ടീ ടേസ്റ്റിങ്ങിനായി മൂന്നാറിലെ കഫേ ടീ ടെയിൽസിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇവിടെ എത്തിയപ്പോൾ ടീ ടേസ്റ്റിംഗ് കഴിഞ്ഞ് അത് ആസ്വദിച്ച് മടങ്ങുന്ന ഒരു കൂട്ടം വിദേശികളെയാണ് കണ്ടത്. അവർ എന്നെ വിഷ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഇവിടെ ഫുഡ്സും അവൈലബിൾ ആണ്. അതിനായി നല്ലൊരിടവും അവർ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. ഈ കഫേയിൽ എന്നെ ഏറെ ആകർഷിച്ചത് ഇവിടുത്തെ ഇന്റീരിയറാണ്. ഹെക്സഗൺ ഷേപ്പോട് കൂടിയ വുഡ് വർക്ക് കൊണ്ട് വളരെ മനോഹരമായാണ് ഇവർ ഇവിടം അലങ്കരിച്ചിരിക്കുന്നത്. പരിധി വിട്ടുള്ള അലങ്കാരങ്ങളോ അമിതമായ വെളിച്ചത്തിന്റെ ഉപയോഗമോ ഇല്ലാതെ തന്നെ ആകർഷകമാക്കിയ ഒരു കഫേ. ചെറിയ ഒരു ഇടം എത്രത്തോളം ഇങ്ങനെ മനോഹരമാക്കി തീർക്കാം എന്ന് അവർ ഇവിടെ തെളിയിച്ചിരിക്കുന്നു. ടീ ടേസ്റ്റിംഗിന്റെ ചിത്രീകരണമാണ് എന്റെ ലക്ഷ്യം എന്നറിഞ്ഞപ്പോൾ അതിനായി ടേബിൾ ക്രമീകരിക്കുന്ന തിരക്കിലാണ് അവരിപ്പോൾ. സാധാരണയായി സംഘമായി എത്തുന്നവർക്ക് വേണ്ടിയാണ് ഇവിടെ ടീ ടേസ്റ്റിംഗ് നടത്തുക. എന്നാൽ എന്റെ ചിത്രീകരണത്തിന്റെ ഉദ്ദേശ്യ ലക്ഷ്യം മനസ്സിലാക്കിയാണ് ഇവരിപ്പോൾ ഈ സജ്ജീകരണം എനിക്കായി ഒരുക്കിയിരിക്കുന്നത്. ഈ റൂമിലാണ് ടീ ടേസ്റ്റിംഗിനായുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അതിനായി ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളാണ് അവരിവിടെ ക്രമീകരിച്ചു വച്ചിരിക്കുന്നത്. വളരെ ചിട്ടയായ രീതിയിലാണ് ഇവിടം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഷെൽഫിലെ പളുങ്കു പാത്രങ്ങളിൽ നിരത്തി വച്ചിരിക്കുന്നത് കടുപ്പത്തിലും ഗുണത്തിലും വ്യത്യസ്തമായ പലതരം ടീ പൗഡറുകളാണ്. കിലോയ്ക്ക് 20,000 രൂപ വരെ വിലമതിക്കുന്ന ടീ പൗഡറുകളുടെ ശേഖരം തന്നെ ഇവിടെയുണ്ട്. മൂന്നാറിലെ തനത് ടീ പ്രൊഡക്റ്റായ റിപ്പിളിന്റെ ഒരു ശേഖരവും നമുക്കിവിടെ കാണാം. ക്രമമായും ചിട്ടയോടു കൂടിയും ടീ ടേസ്റ്റിംഗിനായി ഒരുക്കിയിരിക്കുന്ന ഈ ടേബിളിന്റെ ക്രമീകരണം ഏറെ ആകർഷണീയം തന്നെയാണ്. ശേഷം ടീ ടേസ്റ്റിംഗിനെ കുറിച്ചുള്ള ബാക്കി വിവരങ്ങൾ സെബിൻസ്റ്റർ ഫ്രാൻസിസ് എന്ന ഈ സുഹൃത്ത് നിങ്ങൾക്കായി വിവരിക്കും. ഇതാണ് ഇവിടുത്തെ ടീ ടേസ്റ്റിംഗ് സെക്ഷൻ. അപ്പോൾ അറൌണ്ട് 6 വെറൈറ്റീസ് ടീ ആണ് ഇപ്പോഴത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ ഒരു ലീഫിൽ വന്നിട്ട് എത്ര വെറൈറ്റി ടീ ഉണ്ടാക്കാൻ പറ്റും, ആ വെറൈറ്റീസ് ആണ് ഇവിടെ ഷോ ചെയ്യുന്നത് മോസ്റ്റ്ലി. അതാണ് അപ്പോൾ ഒരു ലീഫിലാണെങ്കിൽ 3 ലീഫാണ് മോസ്റ്റ്ലി ഇതായി അവർ യൂസ് ചെയ്യുന്നത് ടീ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ബഡ് എന്ന് പറയും, അത് സിൽവർ ടിപ്സ് ബഡ് എന്ന് പറയും. ആ ബഡിൽ നിന്നാണ് വൈറ്റ് ടീ ഉണ്ടാക്കുന്നത്. പിന്നെ സെക്കൻഡ് ലീഫ് വന്നിട്ട് ഗ്രീൻ ടീ. പിന്നെ ബാക്കി എല്ലാ ലീഫും അത് ഉലോങ് ടീ, പിന്നെ ബ്ലാക്ക് ടീ. ഇതിൻ്റെ വൈറ്റ് ടീൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് അത് ഏർലി മോർണിംഗ് ലൈക്ക് ബിഫോർ സൺറൈസിലാണ് അത് പ്ലക്ക് ചെയ്യുന്നത്. കൈ വെച്ചിട്ട് അത് പ്ലക്ക് ചെയ്ത് ഡയറക്റ്റ് ഡ്രൈയിങ് പ്രോസസ്സാണ്. ലെസ് പെർസെൻറ്റേജ് ആയിരിക്കും കഫെയിൻ. അതിൻ്റെ കഫെയിൻ പെർസെൻറ്റ് എന്ന് പറയുന്നത് 0.1% ആയിരിക്കും. അത് മോസ്റ്റ്ലി ഹെർബൽ ഡ്രിങ്ക്. അതിനാണ് വൈറ്റ് ടീയും ഗ്രീൻ ടീയും യൂസ് ചെയ്യുന്നത്. പിന്നെ ഉലോങ് എന്ന് പറയുന്നത് പാർഷ്യലി ഓക്സിഡൈസ്ഡ് ആണ്. അതെന്ന് പറയുമ്പോൾ ഗ്രീൻ ടീ അല്ല ബ്ലാക്ക് ടീ അല്ല, സെമി ഓക്സിഡൈസ്ഡ്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് അതിൽ വരുന്നത്. പിന്നെ വരുന്നത് ബ്ലാക്ക് ടീയിൽ CTC പ്രോസസ്സും ഓർത്തഡോക്സ് പ്രോസസ്സും. അത് ഓർത്തഡോക്സ് പ്രോസസ്സ് എന്ന് പറയുന്നത് ലീഫ് ടീ ആണ്. അത് ഓൾഡ് ട്രഡീഷണൽ പ്രോസസ്സ്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് വെതറിംഗ് പ്രോസസ്സ് ആയിരിക്കും. അത് ലീഫിൽ നിന്ന് വാട്ടർ റിമൂവ് ചെയ്തിട്ട് അത് പിന്നെ റോളിംഗ് പ്രോസസ്സിനാണ് വന്നത്. CTC എന്ന് പറയുന്ന ഫുൾ ഫോം തന്നെ സ്കേൾ ടിയർ ക്രഷ് എന്നാണ്. അപ്പോൾ CTCയിൽ വന്നിട്ട് പൗഡർ ഫോമും ഓർത്തഡോക്സിൽ വന്നിട്ട് ലീഫ് ഫോമും വരുന്നത്. അപ്പോൾ ഓർത്തഡോക്സ് ടീ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ടീക്ക് വേണ്ടി മാത്രം. അതെന്താണെന്ന് വെച്ചാൽ അതിൽ എന്തെങ്കിലും യൂസ് ചെയ്താൽ മീൻസ് ഷുഗർ അല്ലെങ്കിൽ മിൽക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും, ടീൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അതിൽ മോസ്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുന്നത് CTC ആണ്. ഒരു ഗ്ലാസ്സിൽ വന്നിട്ട് 2.5 milligram പൗഡർ, അതാണ് പെർഫെക്റ്റ് ടീക്ക് വേണ്ടിയിട്ടുള്ളത്. ഇതൊന്ന് ഉലോങ്, ഇത് പാർഷ്യലി ഓക്സിഡൈസ് എന്ന് പറയും. ഇത് വന്നിട്ട് ഗ്രീൻ ടീ. വൈറ്റ് ടീ.
3 to 5 minutes ആണ് ഇതിന്റെ പ്രോസസ് ടൈം കീപ്പ് ചെയ്യേണ്ട ടൈം. ഇതൊരു 3 to 5 minutes വെയിറ്റ് ചെയ്യണം ടീ റെഡി ആവാനായിട്ട്. ഇത് ഓർത്തഡോക്സ് ടീയുടെ അതുകൊണ്ട് ഭയങ്കര മൈൽഡ് ആയിരിക്കും. അത് ബ്ലാക്ക് ടീക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് അത് ബ്രോക്കൺ ലീഫ്, അത് ഓർത്തഡോക്സിന്റെ തന്നെ ബ്രോക്കൺസ്. അത് പ്രോസസിംഗ് ടൈമിൽ ഏതെങ്കിലും ലീഫ് ബ്രോക്കൺ ആയിട്ടുണ്ടെങ്കിൽ അതിനെ ബ്രോക്കൺ ലീഫ് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ CT അത് കേൾ ടീ ക്രഷ്. നമ്മൾ മോസ്റ്റ്ലി വീട്ടിൽ യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ ടീ പൗഡർ ടീ. പിന്നെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് മോസ്റ്റ്ലി ഇങ്ങനത്തെ ആയിരിക്കും. ഫ്ലേവർ ടീക്ക് വേണ്ടിയിട്ട് ഇതാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ കൂടുതലും ടീ ബാഗ്സിൽ യൂസ് ചെയ്യുന്ന ഇതായിരിക്കും. അത് ടേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ സിമിലർ ടേസ്റ്റ് നമുക്ക് കിട്ടും. ടീ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളത് ഗ്ലാസ്സിലേക്ക് പാസ് ചെയ്യുന്നു. ഇത് വൈറ്റ് ടീക്ക് കാണാൻ പറ്റും, ഗോൾഡിഷ് കളർ ആയിരിക്കും ഇതിന്. പിന്നെ കുടിക്കേണ്ട രീതി എന്ന് പറയുന്നത് നമ്മൾ ഗ്ലാസ്സിൽ കുറച്ചെടുക്കുക. അത് മോസ്റ്റ്ലി പല്ല് ക്ലോസ് ചെയ്ത് വെക്കുക. പല്ല് അടച്ചു വെച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്യണം ഉള്ളിലേക്ക്. ഒരു സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. പല്ല് ക്ലോസ് ചെയ്യാം. അങ്ങനെയാണ് കുടിക്കുന്നത്. നമ്മൾ റിയൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അങ്ങനെ തന്നെ കുടിക്കണം. ചായന്റെ റിയൽ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ചായന്റെ ടേസ്റ്റ് മിനിമം ഒരു 2.5 മിനിറ്റ്സ് നമ്മുടെ വായിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, നാക്കിലുണ്ടെങ്കിൽ അതായിരിക്കും ഫസ്റ്റ് ക്വാളിറ്റി. CTC വെച്ചാൽ പൗഡർ ഫോർമേഴ്സ്. പൗഡറിനാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കടുപ്പം കൂടും. അതിനാണ് അത് ന്യൂ ടെക്നോളജി. ന്യൂ ടെക്നോളജി വന്നിട്ട് CTC. അത് മെഷീൻ കട്ടല്ല. ഇത് വന്നിട്ട് ഓൾഡ് ട്രഡീഷണൽ ആണ്. പണ്ട് ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നവർ കയ്യാ യൂസ് ചെയ്തെന്ന് വെച്ചാൽ ലീഫ് റോൾ ചെയ്തിട്ട് ആ റോൾ ചെയ്തുള്ള ലീഫാണ് ഈ കാണുന്നത്. ഇപ്പൊ മെഷീൻസ് ഉണ്ട്. ടീസിംഗ് അല്ലാതെ വന്നിട്ട് വേറെ അല്ലാതെ ഗസ്റ്റിന്റെ ഇഷ്ടത്തിനും ടീസിംഗ് ചെയ്തു കൊടുക്കും. അവർക്ക് ഇഷ്ടമുള്ള ടീസ് ചൂസ് ചെയ്തിട്ട് ഇവിടെ അറൗണ്ട് ഒരു 40 വെറൈറ്റി ചായ ഉണ്ട്. അപ്പൊ അതില് അവരുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്ത് അത് വെച്ച് ചെയ്തു കൊടുക്കാം. അല്ലാതെ കുറെ ഫ്ലേവർ ടീസ് ഉണ്ട്. അല്ലാതെ പുറത്തുള്ള ടീസ് ഉണ്ട്. അത് വന്നിട്ട് ആസാം, ആഫ്രിക്കൻ ടീ, ശ്രീലങ്കൻ ടീ, അങ്ങനെ വെറൈറ്റി ചായകളുണ്ട്. അത് അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്യാൻ പറ്റും. താങ്ക് യു. അങ്ങനെ ഈ സുഹൃത്തിനോടും യാത്ര പറഞ്ഞ് ടീ ടേസ്റ്റിംഗിലൂടെ ലഭിച്ച ഒരു പിടി നല്ല അറിവുകളും പുത്തൻ രുചിക്കൂട്ടുകളും ആസ്വദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത ലക്ഷ്യസ്ഥാനം തേടി പോവുകയാണ്.